ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സെമി ഫൈനൽ ആണല്ലേ. അടുത്ത ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്നറിയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 5 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമെന്നതിനാൽ സംസ്ഥാനത്തിന്റെ സെമി ഫൈനൽ പോരാട്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിനാൽ തന്നെ അരയും തലയും മുറുക്കി വിജയം പിടിച്ചെടുക്കാൻ കച്ചകെട്ടി തന്നെയാണ് മുന്നണികൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തി ആയിരിക്കുകയാണ്. കേരളം ആകെ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്ത 2 വിഷയങ്ങൾ, ഒന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതും രണ്ടാമത്തേത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണവും. മറ്റൊരു തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെട്ടത് പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇക്കുറി കേരളത്തിലെ ആകെ ചർച്ചാ വിഷയമായിരുന്നു പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഇത് ഏത് ഘട്ടത്തിൽ ഏത് തരത്തിൽ സ്വാധീനിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് പ്രവചനങ്ങൾ അസാധ്യമായിരിക്കുകയാണ്. കൈയടയാളത്തിൽ ഓരോ വോട്ടും രേഖപ്പെടുത്തി വിധിയെഴുത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ആളുകളുടെ മനസ്സിൽ എന്തായാലും വിധിയെഴുത്തുമായി ബന്ധപ്പെട്ട ഒരു അന്തിമമായ ഒരു തീരുമാനം വരുന്ന ഘട്ടമാണ്, വരുന്ന സമയമാണ്. എന്തായാലും പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ തൊട്ടുപുറകിൽ കാണുന്ന നമുക്ക് ക്ലോക്ക് ടവർ, ഈ മുഖശ്രീയാണ് കൊല്ലത്തിൻ്റെ, ആ ക്ലോക്ക് ടവറിലെ മണി, ആ ക്ലോക്ക് ടവറിലെ സമയം ആർക്കാണ് ശരിയായി വരിക എന്നുള്ളത് കണ്ട് തന്നെ നമുക്കറിയാം. തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം കൊട്ടിക്കലാശം അവസാനിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ രൂപവും ഭാവവും ഉള്ളത് സക്കറിയ ബാസാറിലാണ്. എല്ലാവരും തങ്ങളുടെ വിജയം ഉറപ്പിച്ചാണ് ഈ പരസ്യ പ്രചാരണത്തിന് ശേഷം, കൊട്ടിക്കലാശത്തിന് ശേഷം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. ഇനി നാളെ മുതൽ നിശബ്ദ പ്രചാരണമാണ്. വിട്ടുപോയതൊക്കെ ഒപ്പം ചേർക്കാനുള്ള പരിശ്രമമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. ഇടുക്കിയെ സംബന്ധിച്ച് ശക്തമായ മത്സരം നടക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മുന്നണികളും വളരെ ശക്തമായി തന്നെ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇത്തവണ കൊട്ടിക്കലാശത്തിൽ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, തികച്ചും സമാധാനപരമായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് മാറി വാർഡ് തലത്തിലാണ് ഇത്തവണ 3 മുന്നണികളും കോട്ടയത്ത് കൊട്ടിക്കലാശം സംഘടിപ്പിച്ചത്. കടുത്തുരുത്തിയിലും കുറവിലങ്ങാടും ചങ്ങനാശ്ശേരിയിലും കുമരകത്തും കൊട്ടിക്കലാശം അതിൻ്റെ ആവേശം വാനോളമായി. അതേസമയം ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് പാലായിൽ ഇത്തവണ കൊട്ടിക്കലാശം ഉണ്ടായിരുന്നില്ല.